ഇന്ന് നമ്മൾ നോക്കുന്നത് CBSE 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 7ാമത്തെ ചാപ്റ്ററിൻ്റെ 5ാമത്തെ പാർട്ട്. ഈ 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സിവിലൈസിങ് ദ നേറ്റീവ്, എഡ്യൂക്കേറ്റിംഗ് ദ നേഷൻ. ഇതിനു മുമ്പുള്ള 4 പാർട്ടുകളുണ്ട്. അത് കാണാത്തവർ അത് ആദ്യം കാണണം. ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. നമുക്ക് നോക്കാം. ദി അജണ്ട ഫോർ എ നാഷണൽ എഡ്യൂക്കേഷൻ. നാഷണൽ എഡ്യൂക്കേഷൻ, ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത് എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ നാഷണൽ ലീഡേഴ്സ്, ആ സമയത്തുണ്ടായിരുന്ന നമ്മുടെ നാഷണൽ ലീഡേഴ്സ്, അവരുടെ അഭിപ്രായം എന്തായിരുന്നു, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് വെർ നോട്ട് ദ ഓൺലി പീപ്പിൾ തിങ്കിങ് അബൌട്ട് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് മാത്രമല്ല ചിന്തിച്ചിരുന്നത്. ഫ്രം ദ ഏർലി 19th century, many thinkers from different parts of India began to talk of the need for a wider spread of education. അപ്പോൾ ഏർലി 19th century മുതൽ നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ചിന്തകന്മാർ, തിങ്കേഴ്സ്, അവരും ഈ എഡ്യൂക്കേഷൻ്റെ അത് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, എഡ്യൂക്കേഷനെക്കുറിച്ച് അവരും ചിന്തിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. ഇംപ്രസ്ഡ് വിത്ത് ദ ഡെവലപ്മെൻറ്റ്സ് ഇൻ യൂറോപ്പ്, സം ഇന്ത്യൻസ് ഫെൽറ്റ് ദാറ്റ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വുഡ് ഹെൽപ്പ് മോഡേണൈസ് ഇന്ത്യ. അപ്പോൾ യൂറോപ്പിലുള്ള ഡെവലപ്മെൻറ്റ്സ്, അവിടെയുള്ള ഡെവലപ്മെൻറ്റ്സ് അതുമായിട്ട് അത് കണ്ട് ഇംപ്രസ്ഡായ കുറച്ച് ഇന്ത്യൻസ്, അവർക്ക് തോന്നി വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വുഡ് ഹെൽപ്പ് ടു മോഡേണൈസ് ഇന്ത്യ. ഇന്ത്യയെ മോഡേണൈസ് ആക്കാൻ, സിവിലൈസ്ഡ് ആക്കാൻ ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സഹായകം ആകും എന്ന് കുറച്ച് ഇന്ത്യൻസിന് പോലും തോന്നിയിരുന്നു. ദ ഏഴ്സ്ഡ് ബ്രിട്ടീഷ് ടു ഓപ്പൺ മോർ സ്കൂൾസ്. അവർ ബ്രിട്ടീഷുകാരോട് കൂടുതൽ സ്കൂളുകൾ തുറക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും എല്ലാം തുറക്കാനായിട്ടും. ആൻഡ് സ്പെൻഡ് മോർ മണി ഓൺ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്, വിദ്യാഭ്യാസത്തിൽ കുറേയും കൂടി ഫണ്ട് ചെലവിടാൻ, അല്ലെങ്കിൽ പൈസ ചെലവാക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ആവശ്യപ്പെട്ടു. യു വിൽ റീഡ് അബൌട്ട് സം ഓഫ് ദീസ് എഫേർട്സ് ഇൻ ചാപ്റ്റർ 9. ചാപ്റ്റർ 9 നമ്മൾ ഈ എഫേർട്സിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദർ വർ അതർ ഇന്ത്യൻസ്. അതുപോലെ തന്നെ മറ്റു ചിലരുണ്ടായിരുന്നു ഇന്ത്യൻസ്. ഇന്ത്യയിലെ മറ്റു ചിലർ എന്താ ആവശ്യപ്പെട്ടു. ഹവർ ദേ റിയാക്റ്റഡ് എഗെയിൻസ്റ്റ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. ചിലർ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തപ്പോൾ മറ്റു ചിലർ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, യൂറോപ്യൻ എഡ്യൂക്കേഷൻ, യൂറോപ്യൻ ലേണിംഗ്, ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, അതിനെ എതിർത്തു. മഹാത്മാഗാന്ധി ആൻഡ് രവീന്ദ്രനാഥ് ടാഗോർ വേർ ടു സച്ച് ഇൻഡിവിജ്വൽസ്. അതിനെ എതിർത്ത അതിൽ പ്രമുഖരാണ് ഈ മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറൊക്കെ. ലെറ്റ് us ലുക്ക് അറ്റ് വാട്ട് ദേ ഹാഡ് ടു സേ. നമുക്ക് നോക്കാം അവർക്ക് എന്താണ് പറയാനുണ്ടായിരുന്നത്, മഹാത്മാഗാന്ധിക്കും രവീന്ദ്രനാഥ് ടാഗോറിനൊക്കെ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഹാസ് എൻസ്ലേവ്ഡ് അസ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമ്മളെ അടിമകളാക്കി. ഇത് ആര് പറഞ്ഞു, ഇത് ആരുടെ അഭിപ്രായമായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. മഹാത്മാഗാന്ധി ആർഗ്യൂഡ് ദാറ്റ് കൊളോണിയൽ എഡ്യൂക്കേഷൻ ക്രിയേറ്റഡ് എ സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി ഇൻ ദ മൈൻഡ്സ് ഓഫ് ഇന്ത്യൻസ്. ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരു സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി, ഞങ്ങൾ ചെറുതാണ് എന്ന ഒരു മനോഭാവം, അങ്ങനെയൊരു വിശ്വാസം, ഞങ്ങൾ മറ്റുള്ള ബ്രിട്ടീഷുകാരെക്കാളും ചെറുതാണ്, ഇൻഫീരിയറാണ് എന്ന് തോന്നാൻ കാരണമാക്കി ഈ കൊളോണിയൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് മഹാത്മാഗാന്ധി പറയുന്നു. ഇറ്റ് മെയ്ഡ് ദം സീ വെസ്റ്റേൺ സിവിലൈസേഷൻ ആസ് സുപ്പീരിയർ. അപ്പോൾ ആ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അത് കാരണം ആൾക്കാർക്ക് വെസ്റ്റേൺ സിവിലൈസേഷൻ, ഇംഗ്ലീഷുകാരുടെ അല്ലെങ്കിൽ യൂറോപ്യൻ സിവിലൈസേഷൻ, അത് വെസ്റ്റേൺ സിവിലൈസേഷൻ സുപ്പീരിയർ ആണെന്നും, ആൻഡ് ഡിസ്ട്രോയിഡ് ദ പ്രൈഡ് ദേ ഹാഡ് ഇൻ ദെയർ ഓൺ കൾച്ചർ. ഇന്ത്യക്കാർക്ക് അവരുടെ കൾച്ചറിലുണ്ടായിരുന്ന, അവരുടെ നാട്ടിലെ
അവർ എൻജോയ് ചെയ്തിരുന്ന ആ വിശ്വാസം, ആ പ്രൈഡ്, അതെല്ലാം ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കാരണം നശിച്ചുപോയി. ദർ വാസ് പോയ്സൺ ഇൻ ദിസ് എഡ്യൂക്കേഷൻ സെഡ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി പറയുന്നു, ഇതിൽ ആ എഡ്യൂക്കേഷനിൽ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ പോയ്സൺ അല്ലെങ്കിൽ വിഷം ഉണ്ട്. ഇറ്റ് വാസ് സിൻഫുൾ ആൻഡ് എൻസ്ലേവ്ഡ് ഇന്ത്യൻസ്. അത് തെറ്റാണ്. അതുപോലെ തന്നെ അത് ഇന്ത്യക്കാരെ അടിമകളാക്കി. ഇറ്റ് കാസ്റ്റ് ആൻ ഈവിൽ സ്പെൽ ഓൺ ദം. അവരുടെ മേളിൽ ഒരു ഈവിൽ സ്പെൽ, ഇന്ത്യക്കാരുടെ മേളിൽ ഒരു ഈവിൽ സ്പെല്ലായിരുന്നു ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. Charmed by the West, appreciating everything that came from the West, Indians educated in these institutions began to admire British rule. അതായത് ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ച ഇന്ത്യക്കാരായ കുട്ടികൾ അവർ ഈ വെസ്റ്റിൻ്റെ, അതായത് യൂറോപ്യൻസിൻ്റെ അവരുടെ ഡെവലപ്മെൻറ്റ്സിലെല്ലാം വളരെ ആഹ്ലാദിക്കുകയും ആശ്ചര്യപ്പെടുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ വെസ്റ്റിൽ നിന്ന് വരുന്ന എല്ലാ സാധനങ്ങളെയും എല്ലാത്തിനെയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി ഇന്ത്യക്കാർ പോലും. മഹാത്മാഗാന്ധി വാണ്ടഡ് ആൻ എഡ്യൂക്കേഷൻ ദാറ്റ് കുഡ് ഹെൽപ്പ് ഇന്ത്യൻസ് റിക്കവർ ദ സെൻസ് ഓഫ് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്റ്റ്. ഗാന്ധിജി എങ്ങനെയുള്ള എഡ്യൂക്കേഷനായിരുന്നു ആവശ്യപ്പെട്ടത്? അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും ആ ഒരു സെൻസ് ഓഫ് ഡിഗ്നിറ്റിയും ആ സെൻസ് ഓഫ് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും ഒക്കെ റിക്കവർ ചെയ്യാൻ, ആ നഷ്ടപ്പെട്ടു പോയ സെൽഫ് റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും എല്ലാം വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം എന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത്. ഡ്യൂറിങ് ദ നാഷണൽ മൂവ്മെൻറ്റ് ഹി ഏർജ്ഡ് സ്റ്റുഡൻസ് ടു ലീവ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് in order to show to the British that Indians were no longer willing to be enslaved. അപ്പോൾ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ഗാന്ധിജി സ്റ്റുഡൻസിനോട് ആ ഇംഗ്ലീഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലീവ് ചെയ്യാനും അവിടെ വിടാനും പഠിത്തം ഉപേക്ഷിക്കാനും, ആ ഉപേക്ഷിക്കുന്നതിലൂടെ ബ്രിട്ടീഷുകാർക്ക് ഒരു സന്ദേശം കൊടുക്കുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ അടിമകൾ അല്ല, അതിന് ആഗ്രഹമില്ല എന്ന്, അടിമകളാകാൻ ആഗ്രഹമില്ല എന്നൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് കുട്ടികളോട് ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിടാനായിട്ട് ഗാന്ധിജി ആവശ്യപ്പെട്ടു. മഹാത്മാഗാന്ധി സ്ട്രോങ്ലി ഫെൽറ്റ് ദാറ്റ് ഇന്ത്യൻ ലാംഗ്വേജസ് ought to be the medium of teaching. ടീച്ചിങ്ങിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഇന്ത്യൻ ലാംഗ്വേജസ് ആയിരിക്കണം എന്ന് ഗാന്ധിജി വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തു. എഡ്യൂക്കേഷൻ ഇൻ ഇംഗ്ലീഷ് ക്രിപ്പിൾഡ് ഇന്ത്യൻസ്. ഇന്ത്യക്കാരെ ആ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ക്രിപ്പിൾഡ് ആക്കിയിരിക്കുന്നു, മുടന്തന്മാരാക്കിയിരിക്കുന്നു, ഹാൻഡിക്യാപ്ഡ് ആക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഡിസ്റ്റൻസ്ഡ് ദം ഫ്രം ദെയർ ഓൺ സോഷ്യൽ സറൗണ്ടിങ്. അവരുടെ തന്നെ സോഷ്യൽ സറൗണ്ടിങ്ങിൽ നിന്നും അവരെ മാറ്റി അല്ലെങ്കിൽ അകറ്റാൻ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കാരണമായി. അതുപോലെ തന്നെ മെയ്ഡ് ദം സ്ട്രേഞ്ചേഴ്സ് ഇൻ ദെയർ ഓൺ ലാൻഡ്സ്. അവരുടെ തന്നെ അവരുടെ തന്നെ രാജ്യത്ത് അവരെ സ്ട്രേഞ്ചേഴ്സ്, അപരിചിതർ ആയി മാറ്റാൻ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കാരണമായി എന്നെല്ലാം മഹാത്മാഗാന്ധി വിശ്വസിച്ചു. Speaking a foreign language, despising local language, the English educated did not know how to relate to the masses. അപ്പോൾ ഒരു ഫോറിൻ ലാംഗ്വേജ് സംസാരിക്കുകയും അതുപോലെ തന്നെ സ്വന്തം ലോക്കൽ ലാംഗ്വേജ് അറിയാതിരിക്കുകയും അതുപോലെ തന്നെ അങ്ങനെ എഡ്യൂക്കേറ്റഡായ, അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യൻസ് അവർക്ക് അവരുടെ തന്നെ നാട്ടിലെ ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം മഹാത്മാഗാന്ധിക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, മഹാത്മാഗാന്ധി സെഡ്, ഫോക്കസ്ഡ് ഓൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ് റാദർ ദാൻ ഓറൽ നോളജ്. ഓറൽ നോളജ് അല്ല വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, റീഡിങ്ങും റൈറ്റിങ്ങും അതിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് വാല്യൂഡ് ടെക്സ്റ്റ് ബുക്സ്
rather than lived experience. ശരി, ലൈവായിട്ടുള്ള ജീവിക്കുന്ന എക്സ്പീരിയൻസിനേക്കാളും കൂടുതൽ അവർ ടെക്സ്റ്റ് ബുക്കിലാണ് ഫോക്കസ് ചെയ്തത്, ടെക്സ്റ്റ് ബുക്കിൻ്റെ നോളജിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് പ്രാക്ടിക്കൽ നോളജോ ശരിക്കുള്ള എക്സ്പീരിയൻസസിലോ ഫോളോ ചെയ്യാതെ, അതിൽ ഫോക്കസ് ചെയ്യാതെ ടെക്സ്റ്റ് ബുക്കിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. He argued that education ought to develop a person's mind and soul. മഹാത്മാഗാന്ധി പറയുന്നു, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിനെയും ആത്മാവിനെയും ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കണം. ലിറ്ററസി സിംപ്ലി മീൻ ലേണിംഗ് ടു റീഡ് ആൻഡ് റൈറ്റ് ബൈ ഇറ്റ് സെൽഫ് ഡിഡ് നോട്ട് കൗണ്ട് ആസ് എഡ്യൂക്കേഷൻ. ലിറ്ററസി, സാക്ഷരത എന്ന് പറയുന്നത് ഒരു വായിക്കാനോ എഴുതാനോ അറിയുന്നത്, അതിനെ ഒരു എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പീപ്പിൾ ഹാഡ് ടു വർക്ക് വിത്ത് ദെയർ ഹാൻഡ്സ്. ആൾക്കാർക്ക് എന്ത് ചെയ്യണം? അവരുടെ കൈകൾ കൊണ്ട് അവർക്ക് ചെയ്യണം, ജോലി ചെയ്യണം. ലേൺ എ ക്രാഫ്റ്റ്, ഒരു കല പഠിക്കണം, അല്ലെങ്കിൽ ഒരു കൈത്തൊഴിൽ പഠിക്കണം. ആൻഡ് നോ ഹൗ ഡിഫറെൻറ്റ് തിങ്സ് ഓപ്പറേറ്റഡ്, എങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും നടക്കുന്നത്, അതിനെക്കുറിച്ച് പഠിക്കണം. ദിസ് വുഡ് ഹെൽപ്പ് ദെയർ മൈൻഡ് ആൻഡ് ദെയർ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് അവരുടെ മൈൻഡിനെ ഡെവലപ്പ് ചെയ്യുകയും അവർക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കാനൊക്കെ അങ്ങനെയുള്ള എഡ്യൂക്കേഷനെ സാധിക്കുകയുള്ളൂ എന്ന് മഹാത്മാഗാന്ധി പറയുന്നു. ഈ ഫിഗറിൽ മഹാത്മാഗാന്ധി അലോങ് വിത്ത് കസ്തൂർബ ഗാന്ധി, മഹാത്മാഗാന്ധിയും കസ്തൂർബ ഗാന്ധിയും സിറ്റിംഗ് വിത്ത് രവീന്ദ്രനാഥ് ടാഗോറുമായിട്ടിരിക്കുകയാണ്. ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് ഗേൾസ് അറ്റ് ശാന്തിനികേതനിൽ 1940 ഒരു ഫോട്ടോയാണിത്, ടാഗോറുമായിട്ട് ഇരിക്കുന്നത്. ഇവിടെ സർ അരബിന്ദ് ഘോഷ്, ശ്രീ അരബിന്ദ് ഘോഷിനെ കുറിച്ച് പറയാണ്. ഇൻ എ സ്പീച്ച് ഡെലിവേർഡ് ഓൺ January 15, 1908 ഇൻ ബോംബെയിൽ അദ്ദേഹം കൊടുത്ത ഒരു സ്പീച്ചിൽ അദ്ദേഹം സംസാരിച്ചതാണ്. അരബിന്ദ് ഘോഷ് സ്റ്റേറ്റഡ് ദാറ്റ് ദ ഗോൾ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ വാസ് ടു അവേക്കൺ ദ സ്പിരിറ്റ് ഓഫ് നാഷണാലിറ്റി എമംഗ് ദ സ്റ്റുഡൻസ്. കുട്ടികളിൽ, വിദ്യാർത്ഥികളിൽ നാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു നാഷണൽ സ്പിരിറ്റ്, നാഷണാലിറ്റി, സ്വന്തം ദേശത്തോടുള്ള ഒരു സ്നേഹം, അതിനെ അവേക്കൻ ചെയ്യാനായിട്ട് സഹായിക്കും. ദിസ് റിക്വയർഡ് contemplation of the heroic deeds of our ancestors. നമ്മുടെ പൂർവജരുടെ ഹീറോയിക് ആക്ടിവിറ്റീസ്, അവരുടെ ഹീറോയിക് ഡീഡ്സ്, അതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് അറിയേണ്ടതുണ്ട്. ദി എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇംപാർട്ടഡ് ഇൻ ദ വെർണാക്കുലർ സോ ആസ് ടു റീച്ച് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ. വെർണാക്കുലർ എന്ന് പറഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലോട്ട് ആ എഡ്യൂക്കേഷൻ എത്താൻ പറ്റും, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അരബിന്ദ് ഘോഷ് emphasized that although the students should remain connected to their own roots, അവരുടെ റൂട്ട്സിൽ, അവരുടെ ദേശത്തും അവരുടെ നാട്ടിലെ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. and they should also take the fullest advantage of the modern scientific discoveries and western experiments in popular governments. അപ്പോൾ അതുപോലെ തന്നെ സ്വന്തം നാടിനെക്കുറിച്ച് അറിയുന്നത് പോലെ തന്നെ സയൻറ്റിഫിക് ഡിസ്കവറിയെക്കുറിച്ചും വെസ്റ്റേൺ ഡിസ്കവറി അല്ലെങ്കിൽ വെസ്റ്റേൺ എക്സ്പെരിമെൻസിനെ കുറിച്ചും എല്ലാം പഠിക്കണം എന്നും അദ്ദേഹം പറയുന്നു. മോറോവർ ദ സ്റ്റുഡൻസ് ഷുഡ് ഓൾസോ ലേൺ സം യൂസ്ഫുൾ ക്രാഫ്റ്റ്, കലകൾ പഠിക്കണം. സോ ദാറ്റ് they could be able to find some moderately remunerative employment after leaving their schools വിട്ട് കഴിയുമ്പോൾ, സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അവർക്കും എന്തെങ്കിലും പൈസ കിട്ടുന്ന ജോലി ചെയ്യാൻ അവർക്ക് സാധിക്കും, അങ്ങനെ എന്തെങ്കിലും തൊഴിലറിയാമെങ്കിൽ. അപ്പോൾ ഇതാണ് ശ്രീ അരബിന്ദ് ഘോഷിൻ്റെ അഭിപ്രായമായിരുന്നത്. അദ്ദേഹം പറഞ്ഞ സ്പീച്ചിലെ കുറച്ച് മെയിൻ പോയിൻറ്റ്സാണ് നമ്മളിവിടെ നോക്കിയത്. അതുപോലെ തന്നെ ആസ് നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് സ്പ്രെഡ്, അങ്ങനെ നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് എല്ലാവരിലോട്ടും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതർ തിങ്കേഴ്സ് ഓൾസോ ബിഗാൻ തിങ്കിങ് ഓഫ് എ സിസ്റ്റം ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ. മറ്റുള്ള തിങ്കേഴ്സും നാഷണൽ എഡ്യൂക്കേഷനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. വിച്ച് വുഡ് ബി റാഡിക്കലി ഡിഫറെൻറ്റ് ഫ്രം
ദാറ്റ് സെറ്റപ്പ് ബൈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ സിസ്റ്റത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ എഡ്യൂക്കേഷൻ വേണമെന്ന് എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി. ടാഗോർസ് അബോർഡ് ഓഫ് പീസ്, ടാഗോറിൻ്റെ അബോർഡ് ഓഫ് പീസ്, അതായത് ശാന്തിയുടെ നിലയം, ടാഗോറിൻ്റെ ശാന്തിയുടെ നിലയം അല്ലെങ്കിൽ ശാന്തി നികേതനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. മെനി ഓഫ് യു ഹാവ് ഹേർഡ് ശാന്തി നികേതൻ, നിങ്ങൾ കേട്ടിരിക്കും ശാന്തി നികേതനെക്കുറിച്ച്. ഡു യു നോ വൈ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ബൈ ഹൂം? എന്തിനാണ് ആ ശാന്തി നികേതൻ എസ്റ്റാബ്ലിഷ് ചെയ്തതും ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതും എന്ന് നിങ്ങൾക്കറിയാമോ? രവീന്ദ്രനാഥ് ടാഗോർ സ്റ്റാർട്ടഡ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ 1901. 1901 രവീന്ദ്രനാഥ ടാഗോറാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആസ് എ ചൈൽഡ്, എന്തുകൊണ്ടാണ് ആസ് എ ചൈൽഡ്? അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ ടാഗോർ ഹേറ്റഡ് ഗോയിങ് ടു സ്കൂളിൽ പോകാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. ഹി ഫൗണ്ട് സഫക്കേറ്റിംഗ് ആൻഡ് ഒപ്രസീവ്. അവിടെ വളരെ ശ്വാസം മുട്ടൽ അനുഭവിച്ചു അദ്ദേഹം. അതുപോലെ തന്നെ താഴ്ത്തിക്കെട്ടലെല്ലാം അനുഭവിച്ചു. ദി സ്കൂൾ അപ്പിയേർഡ് ലൈക്ക് എ പ്രിസൺ. അദ്ദേഹത്തിന് ഒരു ജയിൽ പോലെയാണ് സ്കൂൾ അനുഭവപ്പെട്ടത്. ഫോർ ഹി കുഡ് നെവർ ഡൂ വാട്ട് ഹി ഫെൽറ്റ് ലൈക്ക്. എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല സ്കൂളിൽ. സോ വൈൽ അതർ ചിൽഡ്രൻ ലിസൺ ടു ദ ടീച്ചർ, ടാഗോർസ് മൈൻഡ് വുഡ് വാണ്ടർ എവേ. മറ്റു കുട്ടികൾ ടീച്ചർ പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ടാഗോറിൻ്റെ മൈൻഡ് മറ്റു പല സ്ഥലത്തുമാണ്. ദി എക്സ്പീരിയൻസ് ഓഫ് ഹിസ് സ്കൂൾ ഡേയ്സ് ഇൻ കൽക്കട്ട ഷേപ്ഡ് ടാഗോർസ് ഐഡിയാസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ കൽക്കട്ടയിലെ അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഡേയ്സ്, ആ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് സ്കൂൾ എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ചുള്ള ഐഡിയ അദ്ദേഹത്തിന് കിട്ടി അതിൽ നിന്ന്. ഓൺ ഗ്രോയിങ് അപ്പ് ഹി വാണ്ടഡ് ടു സെറ്റ് അപ്പ് എ സ്കൂൾ വെർ ദ ചൈൽഡ് വാസ് ഹാപ്പി. വലുതായി കഴിയുമ്പോൾ ഒരു സ്കൂൾ തുടങ്ങണമെന്നും അതിൽ പഠിക്കുന്ന കുട്ടികൾ ഹാപ്പി ആയിരിക്കണം. വേർ ഷി വുഡ് ബി ഫ്രീ ആൻഡ് ക്രിയേറ്റീവ്. ഫ്രീ ആയിരിക്കും, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിരിക്കണം. വേർ ഷി വാസ് ഏബിൾ ടു എക്സ്പ്ലോർ ഹെർ ഓൺ തോട്ട്സ് ആൻഡ് ഡിസയേഴ്സ്. ആ കുട്ടിയുടെ സ്വന്തം ചിന്തകളും ഡിസയേഴ്സും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കണം. അങ്ങനെ പ്രിസൺ പോലെ അല്ലാത്ത ഫ്രീഡമുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്കൂൾ തുടങ്ങണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇതാണ് ഫിഗർ 11 എ ക്ലാസ് ഇൻ പ്രോഗ്രസ് ഇൻ ശാന്തി നികേതൻ. ശാന്തി നികേതനിൽ 1930 ഒരു ക്ലാസ്സാണ് ഈ കാണുന്നത്. നോട്ട് ദ സറൗണ്ടിങ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ ട്രീസ് ആൻഡ് ദ ഓപ്പൺ സ്പേസ്, മരങ്ങളും ഓപ്പൺ സ്പേസിലുമാണ് ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ദ ചൈൽഡ് ഓട്ട് ടു ബി എ ടൈം ഫോർ സെൽഫ് ലേണിംഗ്. അപ്പോൾ ടാഗോറിൻ്റെ ചിന്തകളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സെൽഫ് ലേണിങ്ങിനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. ഔട്ട്സൈഡ് ദ റിജിഡ് റെസ്ട്രിക്റ്റിംഗ് ഡിസിപ്ലിൻ ഓഫ് എ സ്കൂൾ സിസ്റ്റം സെറ്റപ്പ് ബൈ ബ്രിട്ടീഷുകാർ തുടങ്ങിയ ഒരു റെസ്ട്രിക്റ്റിംഗ് ആയ, ഒരു ഡിസിപ്ലിൻഡായ, വളരെയധികം സ്ട്രിക്റ്റായ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി ഒരു കുട്ടിക്ക് സ്വന്തമായി ചിന്തിക്കാനും പഠിക്കാനും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്ന സ്കൂൾ. ടീച്ചേഴ്സ് ഹാഡ് ടു ബി ഇമാജിനേറ്റീവ്. ടീച്ചേഴ്സ് ഇമാജിനേറ്റീവ് ആയിരിക്കും. അണ്ടർസ്റ്റാൻഡ് ദ ചൈൽഡ്, കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റുന്നവരായിരിക്കും. ആൻഡ് ഹെൽപ്പ് ദ ചൈൽഡ് ടു ഡെവലപ്പ് ദെയർ ക്യൂരിയോസിറ്റി. അവരുടെ അറിയാനുള്ള ആഗ്രഹത്തെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം ടീച്ചേഴ്സ് എന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അക്കോർഡിംഗ് ടു ടാഗോർ പറയുന്നു, എക്സിസ്റ്റിംഗ് സ്കൂൾസ് കിൽഡ് ദ നാച്ചുറൽ ഡിസയർ ഓഫ് എ ചൈൽഡ് ടു ബി ക്രിയേറ്റീവ്, ഹെർ സെൻസ് ഓഫ് വണ്ടർ. അതുപോലെ തന്നെ ഈ എക്സിസ്റ്റിംഗ് ആയ ആ ബ്രിട്ടീഷുകാരുടെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അത് കുട്ടിയുടെ നാച്ചുറൽ ഡിസയർ, പഠിക്കാനുള്ള, ക്രിയേറ്റീവ് ആകാനുള്ള, എന്തെങ്കിലും പുതിയത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഡിസയറിനെ മൊത്തം നശിപ്പിക്കുന്നതാണ്. അത് വണ്ടർ ചെയ്യാനുള്ള, അറിവ് നേടാനുള്ള ആ ആഗ്രഹത്തെ നശിപ്പിക്കുന്നതായിരുന്നു അവരുടെ സിസ്റ്റം എന്ന് ഈ ടാഗോർ പറയുന്നു. ടാഗോർ വാസ് ദ വ്യൂ ദാറ്റ് ക്രിയേറ്റീവ് ലേണിംഗ് കുഡ് ബി എൻകറേജ്ഡ് ഓൺലി വിത്തിൻ എ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അദ്ദേഹം പറയുന്നു, നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ മാത്രമേ ഒരു ക്രിയേറ്റീവ് ലേണിംഗ് എൻകറേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഹീ chose to set up his school 100 kilometers away from കൽക്കട്ടയിൽ നിന്ന് 100 കിലോമീറ്റർ മാറി
ഇൻ എ റൂറൽ സെറ്റിംഗ്, ഒരു ഗ്രാമപ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ സ്കൂൾ തുടങ്ങിയത്. ഹി സോ ഇറ്റ് ആസ് ആൻ അബോർഡ് ഓഫ് പീസ്, അല്ലെങ്കിൽ ശാന്തി നികേതൻ. ശാന്തി എന്ന് പറഞ്ഞാൽ പീസ്, നികേതൻ ശാന്തി നികേതൻ, അബോർഡ് ഓഫ് പീസ് എന്നാണ് അദ്ദേഹത്തെ ആ സ്കൂളിനെ വിളിച്ചത്. വെയർ ലിവിങ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ ചിൽഡ്രൻ കുഡ് കൾട്ടിവേറ്റ് ദെയർ നാച്ചുറൽ ക്രിയേറ്റിവിറ്റി. അപ്പോൾ നേച്ചറുമായിട്ട്, എൻവയോൺമെൻറ്റുമായിട്ട്, പരിസ്ഥിതിയുമായിട്ട് വളരെ അടുത്തിടപഴകുന്ന സ്കൂളായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു ലേണിംഗ് സിസ്റ്റമായിരുന്നു അത്. അതിൽ കുട്ടികൾക്ക് അവരുടെ നാച്ചുറൽ ക്രിയേറ്റിവിറ്റി കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ മെനി സെൻസസ്, അങ്ങനെ പല ഇതുമായി നോക്കുമ്പോൾ ടാഗോർ ആൻഡ് മഹാത്മാഗാന്ധി ടോട്ട് അബൌട്ട് എഡ്യൂക്കേഷൻ ഇൻ സിമിലർ വേയ്സ്. മഹാത്മാഗാന്ധിയും ടാഗോറും ഈ എഡ്യൂക്കേഷനെക്കുറിച്ച് ചിന്തിച്ചത് ഒരേപോലെ തന്നെയാണ്. there were however differences ഉണ്ടായിരുന്നു. ഗാന്ധിജി വാസ് highly critical of the Western civilization and its worship of machines and technology. ഗാന്ധിജി വെസ്റ്റേൺ സിവിലൈസേഷനെയും അതുപോലെ തന്നെ അവരുടെ മെഷീനിലും ടെക്നോളജിയിലുള്ള വർഷിപ്പ് എല്ലാം അതിനെ കംപ്ലീറ്റായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുമായിരുന്നു. അതൊന്നും ഉണ്ടാവരുത്, അതൊന്നും നമ്മൾക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഗാന്ധിജി. ടാഗോർ wanted to combine elements of the modern Western civilization with what he saw as the best within Indian tradition. അതുപോലെ തന്നെ ഈ ടാഗോർ ഉദ്ദേശിച്ചത്, ടാഗോറിന് വേണ്ടിയിരുന്നത് എന്തായിരുന്നു? രണ്ടും കമ്പൈൻ ചെയ്യുക. മോഡേൺ വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ അവരുടെ ടെക്നോളജിയും അതുപോലെ ഇന്ത്യൻ ട്രഡീഷനിൽ എന്താണോ ബെസ്റ്റ് അത് രണ്ടും കമ്പൈൻ ചെയ്യുക എന്നായിരുന്നു ടാഗോറിൻ്റെ ആഗ്രഹം. He emphasized the need to teach science and technology at Santiniketan, along with art, music and dance. ആർട്ടും മ്യൂസിക്കും ഡാൻസും അതിൻ്റെ കൂടെ തന്നെ സയൻസും ടെക്നോളജിയും എല്ലാം ശാന്തിനികേതനിൽ പഠിപ്പിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. Many individuals and thinkers were thus thinking about the way a national education system could be fashioned. അപ്പോൾ ഒരുപാട് തിങ്കേഴ്സ് എങ്ങനെയായിരിക്കണം നാഷണൽ എഡ്യൂക്കേഷൻ എന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും എല്ലാം തുടങ്ങി. സം വാണ്ടഡ് ചേഞ്ചസ് വിത്തിൻ ദ സിസ്റ്റം സെറ്റപ്പ് ബൈ ദ ബ്രിട്ടീഷുകാരുടെ ആ സിസ്റ്റത്തിൽ തന്നെ ചെറിയ ചേഞ്ചസ് വരുത്തണം എന്ന് പലരും പറഞ്ഞു. ആൻഡ് ഫെൽറ്റ് ദാറ്റ് ദ സിസ്റ്റം കുഡ് ബി എക്സ്റ്റെൻഡഡ് സോ ആസ് ടു ഇൻക്ലൂഡ് വൈഡർ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. അങ്ങനെ അതിൽ ഒരുപാട് ആൾക്കാരെ കൂട്ടാനായിട്ട്, ഒരുപാട് കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ആ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യണമെന്ന് പലരും അഭിപ്രായപ്പെട്ടു. അതേഴ്സ് വേഴ്സ്ഡ് ദാറ്റ് ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് ബി ക്രിയേറ്റഡ്. മറ്റുള്ളവർ പറഞ്ഞു ഈ ബ്രിട്ടീഷ് സിസ്റ്റം അല്ലാതെ മറ്റേതെങ്കിലും ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ദാറ്റ് പീപ്പിൾ വെർ എഡ്യൂക്കേറ്റഡ് ഇൻ ടു എ കൾച്ചർ ദാറ്റ് വാസ് ട്രൂലി നാഷണൽ. ഒരു നാഷണൽ കൾച്ചറെക്കുറിച്ച്, നമ്മുടെ ഇന്ത്യൻ കൾച്ചറെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന വേറൊരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് ലേണിംഗ് ഉണ്ടാക്കണമെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു. ഹൂ വാസ് ടു ഡിഫൈൻ വാട്ട് വാസ് ട്രൂലി നാഷണൽ? ആർക്ക് പറയാൻ പറ്റും എന്താണ് ശരിക്കും നാഷണൽ എന്ന്? ദ ഡിബേറ്റ് അബൌട്ട് വാട്ട് ദിസ് നാഷണൽ എഡ്യൂക്കേഷൻ ought to be continued till after independence. ഇൻഡിപെൻഡൻസ് നേടിക്കഴിഞ്ഞിട്ടും എന്തായിരിക്കണം ശരിക്കും നാഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു ഡിബേറ്റ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇത് ഈ ഫിഗറിൽ കാണുന്നത് ചിൽഡ്രൻ പ്ലേയിങ് ഇൻ എ മിഷണറി സ്കൂൾ. ഒരു മിഷണറി സ്കൂളിൽ, കോയമ്പത്തൂരിലെ ഒരു മിഷണറി സ്കൂളിൽ ഏർലി 20th centuryയിലെ പെൺകുട്ടികൾ മെയിനായിട്ടും കളിക്കുന്ന ഒരു ഫിഗറാണ് ഇവർ കാണുന്നത്. ബൈ മിഡ് 19th centuryയുടെ പകുതി ആയപ്പോഴേക്കും സ്കൂൾസ് ഫോർ ഗേൾസ് വെർ ബീയിങ് സെറ്റപ്പ് ബൈ ക്രിസ്ത്യൻ മിഷണറീസ് ആൻഡ് ഇന്ത്യൻ റിഫോം ഓർഗനൈസേഷൻ. ഇന്ത്യൻ റിഫോം ഓർഗനൈസേഷൻസും ക്രിസ്ത്യൻ മിഷണറീസും എല്ലാം ഗേൾസിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ് 19th centuryയുടെ മിഡ് ആയപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഇവിടെ നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ ഈ യൂണിറ്റ്, ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.